നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയുടെ ചൊവ്വ പരിവേഷണത്തിന് കാത്തിരിക്കേണ്ടത് ഇനി വെറും 6 മാസങ്ങൾ മാത്രം. ജൂലൈ പകുതിയോടെ രാജ്യത്തിന്റെ ചൊവ്വ പരിവേഷണ വാഹനമായ ഹോപ്പ് മാനം തൊടും. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂം, അബുദാബി കിരീടാവകാശിയും യുഎഇ സായുധ സേന ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർ ഹോപ്പിന്റെ ബാഹ്യഘടനയുമായി ബന്ധിപ്പിക്കുന്ന ലോകവിഭാഗത്തിൽ ശനിയാഴ്ച ഒപ്പിടുകയായിരുന്നു. കിരീടാവകാശികളും സുപ്രീം കൗൺസിൽ അംഗങ്ങളും ഇതിൽ അവരുടെ പേരുകൾ രേഖപ്പെടുത്തി. പ്രത്യാശയുടെ ശക്തി ഭൂമിയും ആകാശവും തമ്മിലുള്ള ദൂരം കുറയ്ക്കുന്നു എന്ന എഴുത്തുകൊണ്ടാണ് ലോഹഭാഗം അലങ്കരിച്ചിരിക്കുന്നത്. 150-ലേറെ ഇമറാത്തി ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഗവേഷകരുമാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. താനെ ഗാഷിമ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരിക്കും വിക്ഷേപണം. 2019 ജൂലൈയിലാണ് യുഎഇ സ്പേസ് ഏജൻസിയും മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററും ചേർന്ന് ചരിത്രപരമായ ഈ യാത്രയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയത്. 2 വർഷത്തിലൊരിക്കൽ ചൊവ്വ ഭൂമിയോട് അടുത്തു വരുന്ന സമയം നോക്കിയായിരുന്നു വിക്ഷേപണം ആസൂത്രണം ചെയ്തത്. എമിറേറ്റ്സ് മാർക്ക് മിഷൻ പദ്ധതി പ്രകാരം ചൊവ്വയിലെ ജലസാന്നിധ്യം അപ്രത്യക്ഷമാവാനുള്ള കാരണമടക്കം ചുവന്ന ഗ്രഹത്തെക്കുറിച്ചുള്ള 1000 ഗിഗാബൈറ്റ് ഡേറ്റ ഹോപ്പ് ശേഖരിക്കുമെന്നാണ് കരുതുന്നത്. ഈ വർഷം വിക്ഷേപിക്കുന്ന പേടകം യുഎഇയുടെ 50ാമത് ദേശീയ ദിനമായ 2021 ചൊവ്വയിൽ എത്തും. അറബ് ലോകത്തു നിന്ന് ചൊവ്വയിലേക്ക് ആളില്ലാ പേടകം അയക്കാൻ തയ്യാറെടുക്കുന്ന ആദ്യ രാജ്യം കൂടിയാകും യുഎഇ. 9 രാജ്യങ്ങളുമായി ചേർന്നാണ് ചൊവ്വ ദൗത്യത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രത്തിലെ യുഎഇ സാറ്റലൈറ്റ് മാനുഫാക്ചറിംഗ് ആൻഡ് അസംബ്ലിംഗ് കോംപ്ലക്സിന്റെ 2ാം ഘട്ടവും ഷെയ്ഖ് മുഹമ്മദ് തുറക്കുകയുണ്ടായി. ഒരേ സമയം നിരവധി ബഹിരാകാശ പദ്ധതികൾ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചൊവ്വ ഗ്രഹത്തിന്റെ ഇതുവരെ കണ്ടെത്താത്ത രഹസ്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ചുമാണ് പഠനങ്ങൾ നടക്കുക. മണിക്കൂറിൽ 1,26,000 കിലോമീറ്റർ വേഗതയിൽ 6 കോടി കിലോമീറ്റർ സഞ്ചരിച്ച് 7 മാസം കൊണ്ട് പേടകം ചൊവ്വയിലെത്തും. ചൊവ്വ ദൗത്യ സംഘത്തിലെ എല്ലാവരും സ്വദേശികളായ ശാസ്ത്രജ്ഞന്മാരാണ്. ദൗത്യ സംഘത്തിൽ ഇപ്പോൾ 75ഓളം ശാസ്ത്രജ്ഞന്മാരാണ് പങ്കെടുത്തത്. വിക്ഷേപണ കാലം എത്തുമ്പോഴേക്കും 150 ശാസ്ത്രജ്ഞന്മാർ സംഘത്തിലുണ്ടാകും. പേടകത്തിൽ നിന്നുള്ള വിവരങ്ങൾ ലോകത്തെ 200 സർവകലാശാലയുമായി പങ്കുവയ്ക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ രംഗത്ത് യുഎഇ നൽകുന്ന വലിയ സംഭാവനകളിലൊന്നാകും ഇത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.